കോഴിക്കോട്ട് ഒരു കെട്ടിടം തകർന്നിട്ടുണ്ട്. ആ കെട്ടിടം തകർന്ന് വീണ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. ഉപയോഗശൂന്യമായൊരു കെട്ടിടമാണ് തകർന്ന് വീണിരിക്കുന്നത്. കെട്ടിടം തകർന്ന് വീണ സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അക്കാര്യം കൂടുതൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയൊരു അപകടം എന്ന നിലയിൽ തന്നെയാണ് ആ ദൃശ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് തകർന്നു വീണത്. രാഹുൽ കെ വി മാനാഞ്ചിറയിൽ നമുക്കിപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഇപ്പോഴത്തെ കെട്ടിടം തകർന്നു വീണ ദൃശ്യമാണ് ഞങ്ങൾ കാണുന്നത്. അത് മാങ്കാവിലാണ്. രാഹുൽ നിൽക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. ഈ മാങ്കാവിലെ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാഹുലിന് ലഭ്യമാകുന്നുണ്ടോ? ഒപ്പം ഇങ്ങനെ കെട്ടിടം തകർന്നു വീഴുന്ന തരത്തിൽ പൊതുവിൽ ആ നഗരത്തിൽ, കോഴിക്കോട് നഗരത്തിൽ അങ്ങനെ അപകടകരമായ സ്ഥിതി ഉണ്ടോ? രതീഷ്, മാങ്കാവിൽ തകർന്നത് ഒരു പഴയ കെട്ടിടമാണ്, ഉപയോഗശൂന്യമായ കെട്ടിടമാണ്. അവിടെ താഴെ ആളുകൾ ഇരുചക്ര വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം മാത്രമാണ്. അപ്പോൾ ആളുകളില്ലായിരുന്നു എന്നത് വലിയ ആശ്വാസമാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽ അതിനടിയിൽ പെട്ടുപോയി അത് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രധാനമായും കാണിക്കുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇവിടെ കിഡ്സൺ കോർണറിൽ നിന്നുള്ള ദൃശ്യമാണ്. വെള്ളക്കെട്ട് എത്രത്തോളമാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്, ജനജീവിതം എത്രത്തോളം ദുസ്സഹമായി എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. ഈ മഴയെ എപ്പോഴും കോർപ്പറേഷൻ പഴിക്കുകയാണ്. ഇവിടെ ചെറിയ രീതിയിൽ വലിയ അളവിൽ മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണ്. ആളുകൾക്ക് ഏതായാലും നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയല്ല. ബൈക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളിലുള്ളവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഈ വെള്ളക്കെട്ടിൽ തന്നെ സൈഡിലായാണ് ഓട്ടോ സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓട്ടോയിൽ ആളുകൾ കയറണമെങ്കിൽ ഈ ചെളിവെള്ളത്തിലൂടെ നടന്ന് വരണമെന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ തന്നെ ഈ വെള്ളത്തിൽ എവിടെയോ ഒരു കുഴിയുണ്ട്, കൃത്യമായി എവിടെയാണെന്ന് പോലും മനസ്സിലാകാൻ കഴിയാത്ത വിധത്തിലാണ്. ഒരു കുഴിയിൽ വീണ് ഓട്ടോറിക്ഷ, അതായത് ആപ്പേ ഓട്ടോറിക്ഷയിൽ ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോവുകയായിരുന്നു. അത് റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. വെള്ളത്തിൽ കുടുങ്ങിപ്പോയ ഒരു സ്കൂട്ടർ യാത്രയാണ് കാണുന്നത്. ഏതായാലും അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ആളുകളുടെ പ്രതികരണത്തിലേക്കാണ്. ഇപ്പോൾ വലിയ അളവിലൊന്നും മഴ പെയ്തിട്ടില്ല. റെഡ് അലേർട്ട് ആണെങ്കിൽ തന്നെയും ഇതിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളത് കാലാകാലമായി അനുഭവിക്കുന്നതാണ്. ഞങ്ങളൊരു ഓട്ടോ സെൻ്ററിനായി ഇത്ര സാറ് കാണാമല്ലോ, ഇത്രയാണ് വെള്ളക്കെട്ടാണ്. ഈ ട്രാഫിക് എന്നാൽ ഞങ്ങൾ ഇവിടെ ലൈനാണ് പറയാം. ആളുകളെല്ലാവരും ബാക്കിൽ നിന്നാണ് കയറി പോകുന്നത്. ഞങ്ങൾ കൊല്ലങ്ങളായി അനുഭവിക്കുന്നതാണ്. ഏറ്റവും ട്രാഫിക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇടേണ്ട പറയും. ഇവിടെ ലൈനുള്ള 9 മണിക്ക് ലൈനാണ്. പക്ഷെ 9 സ്പേസ് ഇവിടെ ഇല്ല. ഇത്രയും വെള്ളം ഞങ്ങൾ അവിടെ കൊണ്ടുവിടാനാണ്. ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഞങ്ങളൊന്നും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഫൈൻ ഇട്ടിരുന്നു. അപ്പോൾ ഫൈനാണ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ ഫൈനാണ്. ഇത് ഇത്രയും വെള്ളം കയറിയിട്ടും ഞങ്ങൾ എത്രയും ലേറ്റാണ് പോകുന്നത്. കാരണം ഇവിടെ എത്ര വണ്ടി കോർപ്പറേഷനൊക്കെ ശ്രദ്ധയിലെ വിഷയം അവർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അറിയുന്ന കാര്യങ്ങളാണ്. അവർക്ക് കാലങ്ങൾ എത്രയോ കൊല്ലങ്ങൾ ഈ സംഭവത്തിനുണ്ട്. എത്ര കൊല്ലങ്ങളായിട്ടുള്ളതാണ്. ഞാനൊരു 10-15 കൊല്ലം ഈ ഫീൽഡ് ഇറങ്ങിയിട്ട് ഒരു 15 ഈ സംഭവത്തിനാണുള്ളത്. ഇതൊരു പരമത്ത് റിയാസായാലും മേലിൽ ആരാലും മേലും ഒരു കോർപ്പറേഷൻ മേലും ആരും ഇതിന് പരിഹാരത്തിന് കണ്ടെത്തിയിട്ടില്ല. കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുക. എത്ര കൊല്ലം ഇരുത്തുന്നുണ്ടാവും. ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ലേ? ഒരിക്കലുമില്ല. ഉണ്ടായത്ര ഇതിന് മുന്നേ ഒരു കൊല്ലങ്ങളെ സംഭവം തന്നെയാണുള്ളത്. ഇത്ര കൊല്ലങ്ങളായി. കിഡ്സൺ കോർണറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വലിയ തിരക്കുള്ള നഗരഹൃദയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കോഴിക്കോടിന്റെ മേഖലയാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടാകുന്നത്. തൊട്ടടുത്താണ് ഇപ്പോൾ അവിടുത്തെ വലിയ അങ്ങാടിയുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് മിഠായി തെരുവാതിൻ്റെ തൊട്ടടുത്താണ്. ഇങ്ങനെ എല്ലാവരും എത്തുന്ന സ്ഥലത്താണ് ഈ ദുസ്ഥിതി ഉണ്ടാകുന്നത്. ഈ മഴയിൽ പകർച്ചവ്യാധി ഭീഷണി സ്വാഭാവികമാണ്. എന്നീ തരത്തിലുള്ള പകർച്ചവ്യാധി തടയൽ യജ്ഞം ഇതിന് മുന്നോടിയായി അവിടെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നൊക്കെ നടന്നിരുന്നു. എന്താണ് ആളുകളുടെയൊക്കെ ഒരു മറ്റു പ്രതികരണങ്ങൾ എന്താണ്? രതീഷ്, അത് തന്നെയാണ്. അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. കോഴിക്കോടിൻ്റെ ഹൃദയമാണ്, ഹൃദയഭാഗമാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ SM സ്ട്രീറ്റിലേക്ക്, മിഠായി തെരുവിലേക്കുള്ള പ്രവേശന കവാടം, അവിടെ SK പൊറ്റക്കാടിൻ്റെ പ്രതിമയൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതുപോലെ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. എപ്പോഴും ഇങ്ങനെ ആകുന്നത്. അതാണ് പറഞ്ഞത്. എല്ലാ മഴ ഓരോ തവണ പെയ്യുമ്പോഴും ഇതുപോലെയുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ജനങ്ങൾ വളരെ ദുസ്സഹ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനെന്തുകൊണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് കോർപ്പറേഷൻ അധികൃതരോട് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ആ ഓട്ടോറിക്ഷയൊക്കെ പോകുന്ന അവസ്ഥ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെയുള്ള ആളുകൾ തന്നെയല്ലേ? എന്താണ് വളരെ ബുദ്ധിമുട്ടല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4-5 വർഷത്തോളമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ കൊല്ലം പത്രത്തിൽ ഇത് വന്നുകൊണ്ടിരിക്കും. ഈ ചളിവെള്ളം കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റം വരുത്താതെ ഇവിടെ കോർപ്പറേഷൻ എന്ത് കോർപ്പറേഷനാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഇവിടെയുള്ളവരെ എല്ലാവരും ഇപ്പം നല്ല കോർപ്പറേഷനാണെന്ന് പേര് കൊടുക്കാമെന്നല്ലാതെ ഇവിടെ നിങ്ങൾ ബസ് ഇറങ്ങുന്നിടത്ത് കണ്ടില്ലേ? ചളി ഇറങ്ങിയാൽ അവിടുന്ന് ഒരു ബസ് വന്നാൽ പിറ്റേ ബസ് കയറാൻ പറ്റില്ല. അപ്പോഴേ അപകടം ഉണ്ടാവും. ആ ചുറ്റുപാടാണ്. ഇതന്ന് മുമ്പ് ഈ കോർപ്പറേഷൻ ഇവിടെ സ്പോർട്സ് കൗൺസിലിന് വേണ്ടിയിട്ട്, ഈ സ്പോർട്സ് കൗൺസിൽ ഇവിടെ ഇല്ലെങ്കിൽ ഇത് എത്രയോ വീതി കിട്ടാമായിരുന്നു.
അന്ന് ഇവിടുത്തെ സ്പോർട്സ് കൗൺസിൽ ഇവിടെ രാഷ്ട്രീയക്കാർ സാമൂഹിക പ്രവർത്തകരെല്ലാവരും ഇതിനെതിരായിട്ടുണ്ടാകും. ഇവിടെ കളക്ടർ വരെ സപ്പോർട്ടില്ലാത്ത സ്ഥിതിയായിരുന്നു. ഇതിവിടെ ഇങ്ങനെ കോർപ്പറേഷൻ ഇത് ഇവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അതുകൊണ്ട് ഈ റോഡ് വീതിയില്ലാതായത് ഇവിടെ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് അവിടെ ടൗൺ പ്ലാനിങ് അവിടെ ശരി, കോഴിക്കോട് കിഡ്സൺ കോർണറിലെ അവിടുത്തെ പ്രതിസന്ധിയെക്കുറിച്ചാണ് ആളുകളുടെ പ്രതികരണം നമുക്ക് വരുന്നത്. നിറയെ വെള്ളമാണ്, വെള്ളക്കെട്ടാണ്. മിഠായി തെരുവിലേക്ക് പോകുന്ന എസ് എം സ്റ്റേറ്റിലേക്ക് പോകുന്ന പാതയാണ്. സമീപത്ത് മാനാഞ്ചിറ സ്ക്വയർ ഉണ്ട്. അതിന് സമീപത്ത് തന്നെ വലിയ ബസ് സ്റ്റോപ്പ് പലയിടത്തായി, അപ്പുറത്ത് കമ്മീഷൻ ഓഫീസുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. ബീച്ചിലേക്ക് പോകാനുള്ള വഴിയൊക്കെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ദുസ്ഥിതി ഉണ്ടാകുന്നത്. മഴ പെയ്താൽ ജനജീവിതം താറുമാറാകുന്ന ഒരു സ്ഥിതിയാണ്. കോഴിക്കോട്ടെ വിവരങ്ങളാണ് രാഹുൽ KV നൽകിയത്.